കുടുംബമായി, മാതാപിതാക്കളായി, കുടുംബാംഗങ്ങളായി ഇന്നോളം സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ നിന്റെ കുടുംബത്തിന്റെ മേൽ ഈ പാപങ്ങളൊക്കെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ, കുമ്പസാരത്തിലൂടെ അവയെല്ലാം ഏറ്റുപറയപ്പെടുമ്പോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് അപ്പാ തെറ്റുപറ്റി എന്നൊരാത്മാവ് ദൈവത്തെ നോക്കി നിലവിളിക്കാൻ തുടങ്ങുമ്പോ, അങ്ങനെ ദൈവത്തിന്റെ കാരുണ്യത്തിനായി ഒരാത്മാവ് ആഗ്രഹിച്ച്, ഒരു കുടുംബം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ തുടങ്ങും. ഇത് സംഭവിക്കാതിരിക്കാൻ പിശാച് എന്നെ എന്നറിയാവോ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള, കടന്നുപോയിട്ടുള്ള പാപത്തെ അനാവരണം ചെയ്യാൻ, കൺഫസ് ചെയ്യാൻ, കുമ്പസാരിക്കാൻ, ഏറ്റുപറയാൻ പിശാച് നമ്മെ സമ്മതിക്കില്ല. കാരണം പാപം അനാവരണം ചെയ്യപ്പെടുന്നിടത്താണ് ദൈവത്തിന്റെ കരുണയും കൃപാവരവും അതിശക്തമായിട്ട് പ്രവർത്തിക്കുക.